നമസ്കാരം. പ്രവാസി ഓൺലൈൻ ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എക്സ്ക്ലൂസീവിലെ വിഷയം അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കാനുള്ള കാമ്പയിൻ എന്ന പേരിൽ ജർമ്മനിയിലെ AfD പുതിയ വംശീയ വിദ്വേഷ പ്രചാരണത്തിന് തുടക്കം കുറിച്ച എന്ന വിഷയമാണ്. ഫ്ലൈറ്റിലെ ബോർഡിംഗ് പാസിന്റെ രൂപത്തിൽ തയ്യാറാക്കിയ ലഘു ലേഖകളാണ് ഇവർ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത്. യാത്ര ചെയ്യാനുള്ള സ്ഥലത്തിന്റെ സ്ഥാനത്ത് സുരക്ഷിതമായ മാതൃരാജ്യമെന്നും യാത്രികരുടെ പേരിൽ സ്ഥാനത്ത് അനധികൃത കുടിയേറ്റക്കാർ എന്നുമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രാദേശിക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഈ കാമ്പയിൻ. എന്നും അനധികൃത കുടിയേറ്റക്കാരെ അവരുടെ നാടുകളിലേക്ക് തിരിച്ചയക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും AfD നേതാക്കൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 30,000-ഓളം വ്യാജ നാടുകടത്തലിൽ വിമാന ടിക്കറ്റുകളാണ് ഇവർ തയ്യാറാക്കിയിരിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാർക്ക് ലക്ഷ്യം എന്ന് പറയുമ്പോഴും നിയമാനുസൃതമായി പ്രദേശത്ത് താമസിക്കുന്ന പല വിദേശികളുടെയും ലെറ്റർ ബോക്സിൽ ഈ ലഘുലേഖ വന്നിട്ടുണ്ട്. ജർമ്മനിയിൽ ജനിച്ചു വളർന്നവരെങ്കിലും പൂർവികർ വിദേശികളാണെങ്കിൽ ഇവർ വെറുതെ വിടാത്ത അവസ്ഥയാണുള്ളത്. വിദേശ പൂർവികരുടെ സന്താനങ്ങൾ വംശീയമായി യൂറോപ്യന്മാരല്ലെന്നാണ് AfDയുടെ നിലപാട്. AfDയുടെ വ്യാജ ബോർഡിംഗ് പാസ് പ്രചാരണത്തിനെതിരെ പ്രാദേശിക ഭരണകൂടവും ഫെഡറൽ ഗവൺമെന്റും പ്രതികരിച്ചില്ലെങ്കിലും ഇത് തടയാൻ ഫലപ്രദമായ നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. റീമൈഗ്രേഷൻ എന്നറിയപ്പെടുന്ന ആശയം ഉയർത്തിപ്പിടിച്ച് AfD പ്രവർത്തകർ വിദ്വേഷ പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ്. കുടിയേറ്റക്കാരെ മാതൃരാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുന്നതിന് യൂറോപ്പിലെ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉപയോഗിച്ചു വരുന്ന പ്രയോഗമാണ് റീമൈഗ്രേഷൻ. അതേസമയം സർക്കാരിന്റെ കണക്കനുസരിച്ച് 2024 ജർമ്മനിയിലേക്കുള്ള നെറ്റ് മൈഗ്രേഷനിൽ 55% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഭയാർത്ഥിത്വ അപേക്ഷകളിൽ 33% കുറവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക. അതുപോലെ തന്നെ കൂടുതൽ വിശദാംശങ്ങളും വിശകലനങ്ങളും അറിയാൻ പ്രവാസി ഓൺലൈൻ ന്യൂസ് ചാനലും പ്രവാസി ഓൺലൈൻ ടിവിയും കാണുക. നന്ദി, നമസ്കാരം.